കർണാടകത്തിലെ യാദ്ഗിരിയിൽ സർക്കാർ ഉദ്യോഗസ്ഥയെ നടു റോഡിൽ വെച്ച് വെട്ടിക്കൊന്നു. സാമൂഹ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥ അഞ്ജലി കൻപാനൂരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് 3 വർഷം മുൻപ് കൊല്ലപ്പെട്ടിരുന്നു. അതേ സംഘം തന്നെയാണ് അഞ്ജലിയെയും കൊലപ്പെടുത്തത്. കെ.ബി. ശ്രീധരൻ ഭർത്താവ് 3 വർഷം മുമ്പ് കൊല്ലപ്പെട്ടു. അതേ സംഘം തന്നെ ഇവരെയും നടു റോഡിൽ വെച്ച് വെട്ടിക്കൊന്നു. ഈ പകയ്ക്ക് പിന്നിൽ എന്താണ്? അക്രമി സംഘത്തെക്കുറിച്ചുള്ള വിവരം എന്താണ്? ഇവർ സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. അതിന്റെ ഒപ്പം തന്നെ മുൻപ് ഷഹബാദാബാദ് മുനിസിപ്പൽ കൗൺസിലിലെ മുൻ ചെയർപേഴ്സൺ കൂടിയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകയാണ്. ഇവരുടെ ഭർത്താവിനെയാണ് 3 വർഷം മുൻപ് ഗിരീഷ് കമ്പാനൂർ എന്ന് പറയുന്ന വ്യക്തിയെ 3 വർഷം മുൻപ് ഒരു സംഘം വെട്ടിക്കൊണ്ടിരുന്നു. ഏതായാലും അതിന്റെ കേസും നടപടികളും ഒക്കെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ അഞ്ജലി കൂടി കൊല്ലപ്പെടുന്നത്. ഏതായാലും ഇതിന് പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. 2 ദിവസം മുൻപാണ് ഇവർക്ക് ക്രൂരമായി വെട്ടേൽക്കുന്നത്. അതിനുശേഷം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇവരുടെ മരണം സംഭവിക്കുന്നത്. ഏതായാലും 4 പേരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഗൂഢാലോചനയിൽ നിരവധി പേർ പങ്കാളികളാണ് എന്നുകൂടി യാദ്ഗിർ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഉള്ളത്. ശരി, കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിൽ നടു റോഡിൽ വെച്ചാണ് ഈ കൊലപാതകം. മാത്രമല്ല നേരത്തെ ഭർത്താവിനെ കൊന്നാണ്. അതിന് പിന്നാലെയാണ് അതേ സംഘം തന്നെ ഇപ്പോൾ ഭാര്യയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. കെ.ബി. ശ്രീധരനാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.